മക്കളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഇടയ്ക്ക് ചുമ്മാ ദൂഷണം കാര്യങ്ങളും പറയാതെ നാട്ടുകാരെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറാ. വൈകിട്ടൊരു ചായയും കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മി പറഞ്ഞത്, എടാ ഇന്ന് കപ്പയും മീൻ കറിയും വെച്ചാലോ എന്ന്. ഞാൻ പെട്ടെന്ന് പോയി മീനും മേടിച്ചുകൊണ്ട് വന്നു, കപ്പയും മേടിച്ചുകൊണ്ട് വന്നു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ കപ്പയും മീൻ കറിയും അല്ലേ അമ്മി? ഏത് കോട്ടയം സ്റ്റൈൽ കപ്പയും മീൻ കറിയും? കോട്ടയം സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മൾ കോട്ടയംകാരാണല്ലോ. അപ്പം നമ്മൾ മീനിൻ്റെ അകത്ത് കുടംപുളി ഇട്ടാ മീൻ വെക്കുന്നത് കേട്ടോ. അതന്നെ, ഞാൻ അതായിരുന്നു ഉദ്ദേശിച്ചത്, അത് വായി വന്നില്ല. അപ്പം കുടംപുളി ഇട്ട മീൻകറി, കൊടംപുളി ഇട്ട മീൻകറി ഉണ്ടല്ലോ എന്ന് പറയില്ല, ആ സംഭവം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോവാം. മമ്മി, കപ്പ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഓൾറെഡി 2 കപ്പ കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യ കപ്പ എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ 2 കപ്പ ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി വെച്ചാൽ ഇതിപ്പം കട്ട് ചെയ്യാൻ പോവാ. നീ വന്നത് അങ്ങനെ. അപ്പം നമ്മൾ ഇത് കപ്പ തിളപ്പിക്കാൻ വെക്കും ആദ്യം അല്ലേ? ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കും. അത് കഴിഞ്ഞ് കപ്പ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ മീൻ കറിയിലോട്ട് തുടങ്ങാം. ഓക്കെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ, കപ്പയ്ക്ക് കയ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു ചില സമയത്ത് നമ്മൾ കപ്പ വാങ്ങിക്കുമ്പോൾ ചെറിയ കയ്പ് കാണും. അന്നേരം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതങ്ങ് ഊറ്റിക്കളയണം. നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ആ കപ്പയുടെ ആ കയ്പ് അങ്ങ് മാറിക്കിട്ടും. ഓക്കെ. കയ്പ് ഒത്തിരി കുറഞ്ഞു കിട്ടും, മാറത്തില്ലായിരിക്കും. മാറില്ല, എന്നാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ മാറിക്കിട്ടും. ഇതാണ് ചെറിയൊരു പ്രോ ടിപ്പ്. നിങ്ങൾ കപ്പ മേടിക്കുമ്പോൾ കയ്പുണ്ടെങ്കിൽ, ആ കയ്പുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ, കപ്പ എടുത്ത് കേട്ട് തിന്ന് നോക്കിയാൽ മതി. കട്ടി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കയ്പുണ്ടോ. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടേ ഓരോരുത്തർ പറയാം ഒന്നും കൊള്ളത്തില്ലെന്ന്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. മക്കളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഇടയ്ക്ക് ചുമ്മാ ദൂഷണം കാര്യങ്ങളും പറയാതെ നാട്ടുകാരെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ. നമ്മൾ കപ്പ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് അതിനുവേണ്ടി അരപ്പ് അല്ലേ? കപ്പയ്ക്ക് അരപ്പിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കപ്പയുടെ അരപ്പിന് വേണ്ടി സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പം വെച്ചിട്ടുള്ളത്. ഇതെത്ര കാണും അമ്മി? ഒരു 4-5 സ്പൂണ് തേങ്ങ, 4-5 സ്പൂണ് തേങ്ങ കൊത്താണോ? എന്തോ തേങ്ങ തിരുമിയത്. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഒരു 2 നുള്ള് മഞ്ഞപ്പൊടി മതി. 1/2 ടീസ്പൂണ്, 1/2 ടീസ്പൂണിൻ്റെ അത്ര മഞ്ഞപ്പൊടി. പിന്നെ പച്ചമുളക്. അപ്പം പച്ചമുളക് ഇല്ലെങ്കിൽ സാറിന് കാന്താരി ഇടുന്നത്. അപ്പം കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ഇടുന്നത്. ഇത് പെരിഞ്ജീരകം അല്ലേ? അല്ലല്ല, പെരിഞ്ജീരകമല്ല, സാധാ ജീരകം. എത്ര? അത് 1/4 ടീസ്പൂണ്. ഇത് ഇച്ചിരി വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 3 ചെറുള്ളി. ഇത്രയും കൂടെ, ഇതെല്ലാം കൂടെ എടുത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി അരപ്പിന് വേണ്ടി അല്ലേ? കപ്പ ഏകദേശം തിളച്ചിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഉപ്പിടണ്ടേ? ഇച്ചിരി ഉപ്പിട്ട് നല്ലപോലെ ഇളക്കണം. ഇപ്പൊ ഉപ്പിട്ട് ഇളക്കുക. പിന്നെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഉപ്പ് പിന്നെ ആവശ്യം വരുവാണെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ അരപ്പിൻ്റെ ഉപ്പ് ഇടുവോ? ഓക്കെ. അരപ്പിടുമ്പോൾ ആ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പിടും. ഓക്കെ. അപ്പം വെന്ത കപ്പ നമ്മളെടുത്ത് ഇതിലോട്ട് ഇടുക. അതിൻ്റെ അകത്ത് വെള്ളം പോകാനായിട്ട് ഞാൻ ഒന്ന് കാണിക്കട്ടെ, ഒറ്റ സെക്കൻഡ്. സോ ഏകദേശം ഇങ്ങനെ ഈ ഒരു കിഴുത്തപാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ വെള്ളം എല്ലാം ഒന്ന് ഊർന്നോളും. അപ്പോൾ അരപ്പ് ഏകദേശം നമ്മൾ അരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളിനി ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോകുന്നത് അല്ലേ? അരപ്പിട്ടിട്ട് ഒന്ന് ഇളക്കും അല്ലേ? അരപ്പിട്ടിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെക്കണം, ഒരു ആവി കയറാൻ വേണ്ടിയിട്ട്. അരപ്പ് ജസ്റ്റ് ഒന്ന് വേകാൻ വേണ്ടിയിട്ട്. ഓക്കെ. ലോ ഫ്ലെയിമിൽ വെക്കാം. അരപ്പ് തന്നെയല്ല, അതിൻ്റെ 2 കരിയാപ്പിലൂടെ. ഓക്കെ. ഇനി കരിയാപ്പിലയും കൂടെ എൻ്റെ മുകളിലോട്ട് ഇടും അല്ലേ? മറ്റേ അരപ്പൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ ഒരു ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ്.
അപ്പം നമ്മുടെ കപ്പ ഒരു 1.5 മിനിറ്റ് ചൂടാക്കാൻ ഇത് അരപ്പിട്ടിട്ട് ഒന്ന് അരപ്പ് വേകാൻ വേണ്ടിയിട്ട് വെച്ചു. ഇപ്പം അരപ്പ് വെന്തു ഒന്ന് സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ കപ്പ നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. അപ്പം കപ്പ സെറ്റാവും. അത് കഴിഞ്ഞിട്ട് കടുവും കൂടെ താളിച്ചാൽ മതി. സൂപ്പർ കപ്പ വേവിച്ചതാവും. ഇനിയും വേവിച്ച കപ്പയ്ക്കകത്തിടാൻ ഇച്ചിരി കടുക് താളിക്കാം നമുക്ക്. കടുക് താളിച്ചിട്ട് കപ്പയ്ക്കകത്തിടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അതിനാദ്യം വെളിച്ചെണ്ണ ഇട്ടു. വെളിച്ചെണ്ണ ഇവിടെ കട്ടയായിട്ട് കിട്ടുന്നതുകൊണ്ട് കട്ടയായിട്ട് തന്നെ ഇടുക. അതിന് ചൂടാകുമ്പോഴത്തേക്കത് ഉരുകിക്കോളും. തീ കൂട്ടിയേക്കാം അല്ലേ? ആ, ഫ്ലെയിം കൂട്ടിയേക്കാം. ആദ്യമായിട്ട് നമ്മളിടുന്നത് എന്തുവാ? ഇച്ചിരി കടുക്. കടുക് ഇട്ടു. ഇച്ചിരി ചെറുള്ളി അരിഞ്ഞതിട്ടു. കടുക് പൊട്ടിയിട്ട് ചെറുള്ളി ഇട്ടു. പിന്നെ 2 വറ്റൽമുളക്. ഓക്കെ. പിന്നെ എൻ്റെ ഒരു പ്രത്യേക ട്രിക്കാണ്. ഞാൻ ഒരു ഇച്ചിരി തേങ്ങയുടെ എൻ്റെ അകത്ത് ഇടും, വറുത്ത് ഇടാൻ വേണ്ടിയിട്ട്. അന്നേരം ഒരു ടേസ്റ്റ് വരും കപ്പ വേവിച്ചതിന്. ഓക്കെ. അതിന് ഒരു ഇച്ചിരി തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ അങ്ങോട്ട് പറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കപ്പയുടെ മേലെ കടുക് താളിച്ച്. ഇത് സ്പെഷ്യൽ രുചി വരും അല്ലേ ഇതിന്? തേങ്ങയും കൂടെ ഒക്കെ ഇടുമ്പോൾ ഒരു സ്പെഷ്യൽ രുചിയാണ്. തേങ്ങ മാൻഡേറ്ററി അല്ല, പക്ഷേ എങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. എനിക്ക് കപ്പ നല്ലതായിട്ട് വെന്തിരിക്കുന്ന ഇഷ്ടം. അതുകൊണ്ടാണ് നല്ലതായിട്ട് വേവിച്ച്. ചില ഹോട്ടലിലൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് കിട്ടും. എനിക്കത് വലിയ താല്പര്യമില്ല. അങ്ങനെ നമ്മുടെ കപ്പ റെഡിയായി. അപ്പം കപ്പ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. സംഭവം അടിപൊളി. ഞാൻ ഒരു ഇച്ചിരി കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ മീൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിയത് നമുക്ക് നോക്കാം അല്ലേ മീ? അപ്പം മീൻ കറിക്ക് വേണ്ടിയ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടംപുളി അല്ല, മീൻ ഉണ്ടെങ്കിൽ മീൻ കറി ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മീൻ ഇവിടെ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി ക്ലീൻ ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്തൊക്കെയാണെന്നുള്ളതൊന്നും പറഞ്ഞാലേ. ഇത് മീൻ കറിക്ക് വെളുത്തുള്ളി, ഇഞ്ചി. ഓക്കെ. പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടി. ഇത് ഉലുവാപ്പൊടി അല്ലേ? ഇത് ഉലുവാപ്പൊടി. ഇത് മഞ്ഞപ്പൊടി. ഇത് കാശ്മീരി മുളക്. മീൻ കളറും എരിയും കുറഞ്ഞിരിക്കും. പിന്നെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കുടംപുളിയാണ്. ഓക്കെ. ഇത് കുടംപുളി ഇല്ലാതെ വാളംപുളി ഇട്ട് ഓരോരുത്തർ വെക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സൈഡിലെല്ലാം കുടംപുളിയാണ്. നമ്മുടെ സൈഡിലോട്ട് മിക്കവാറും കുടംപുളി ഇട്ടാ വെക്കുന്നത്. മീൻ പുളി എന്നാ ഇതിന് പറയുന്നത് തന്നെ കുടംപുളിക്ക്. ഈ പണ്ടൊക്കെ ഈ അയ്യത്ത് ഒക്കെ പോയി നമ്മൾ പെറുക്കത്തില്ലായിരുന്നു. അത് തന്നെ സാധനം. അപ്പൊ ആദ്യം നമ്മൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി എടുത്തു. ഈ ചട്ടി നാട്ടിൽ നിന്നുണ്ടോന്നല്ലേ മീ? ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്നുണ്ടോ? നമ്മുടെ സൈഡിലൊക്കെ എല്ലാവരും ഈ ചട്ടിയിലാണ് മീൻ വെക്കുന്നത്. മീൻ ചട്ടിയിലാണ്, അല്ലാതെ വെക്കാം. ചീനച്ചട്ടിയിലും അങ്ങനെ ഫ്രൈ പാനിലും എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പം ആദ്യം എണ്ണ, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയായോണ്ട് അതിന് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു എണ്ണയുടെ ടെക്സ്ചർ ഇല്ലാത്ത വെളിച്ചെണ്ണ. ഇല്ലെങ്കിൽ സാധാ എണ്ണ വേണമെങ്കിൽ ഇടാം. സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ എന്തോ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആ എണ്ണ വേണമെങ്കിൽ ഇടാം. നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഇടുന്നു. ആദ്യം എണ്ണ ചൂടായി. അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്തോ വേണ്ടിയേ? ഇച്ചിരി കടുക് ഇടും മോനെ. ഇച്ചിരി കടുക് ഇട്ടു. കടുക് ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. വെളുത്തുള്ളി ഇഞ്ചി അത് പേസ്റ്റ് ആക്കിയതല്ലേ? പേസ്റ്റ് ആക്കുമ്പോഴേ നമ്മുടെ മീൻകറിക്ക് ഇച്ചിരി കൂടെ കൊഴുപ്പ് കിട്ടും. അങ്ങനെ ഇടാതെ കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിടുന്നതിൽ മിക്സിയിലൊന്ന് പേസ്റ്റ് ചെയ്തിടുമ്പോൾ നല്ല കട്ടി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതാണ് ഇങ്ങനെ മിക്സി നല്ലതായിട്ട് ചെറുതായിട്ട് പേസ്റ്റ് ചെയ്തു എടുത്തുന്നിട്ട്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും ഇട്ടാലും മതി. ഉണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ്. ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതാണ് ബെസ്റ്റ്. ഇതിനാണ് ടേസ്റ്റ്. അതിനാണ് ടേസ്റ്റ്. ഇഞ്ചി ഏകദേശം ബ്രൗൺ ആയി നല്ല രീതിയിലായിട്ടുണ്ട്. അന്നേരം നമ്മൾ മുളക് പൊടിയും ഈ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് ഇടുമ്പോഴേ ഇച്ചിരി എരി കുറവ് കിട്ടും, നല്ല കൊഴുപ്പും കിട്ടും, കളറും കിട്ടും. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടല്ലേ? ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. മുളക് പൊടി ഇട്ടു. ഞാനൊന്ന് എക്സോസ്റ്റ് ഓൺ ചെയ്യുക, ചിലപ്പോൾ സൗണ്ട് ഇച്ചിരി ഇന്റർഫിയർ ആവും, ഇല്ലെങ്കിൽ ഇവിടുത്തെ ഫയർ അലാറം അടിക്കും. ഓക്കെ, ഇതിട്ടു. അതിന്റെ കൂട്ടത്തിൽ തന്നെ മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ടു. ഉലുവായിട്ടും ഇടാം, പക്ഷെ ഉലുവാപ്പൊടിയാ നല്ലത്. അതാകുമ്പോൾ കടിക്കത്തില്ല അത്രേ.
ഉലുവപ്പൊടി ഇട്ടിട്ട് ചെറുകെ ഒന്ന് ഇളക്കണം. ഞാൻ തീ കുറച്ചിട്ട് ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ നേരത്തെ കുടംപുളി എടുത്തിട്ട് ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചു. ഇങ്ങനെ അപ്പോഴത്തേക്ക് കുടംപുളിയുടെ ഒരുമാതിരി അതിൻ്റെ ആ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം ഇത് ഒന്ന് ചൂട് തീ കുറച്ചിട്ടേ കുറച്ചാൽ മതി, കരിഞ്ഞു പോലെ മുളക് പൊടി എന്നിട്ടിട്ട് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് ആ വെള്ളവും കുടംപുളിയും കൂടെ ഒഴിക്കണം. ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ കരിയാപ്പല, അതാണല്ലോ നമ്മുടെ മെയിൻ മീൻകറിയുടെ കരിയാപ്പില ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ഉപ്പിട്ടില്ല. അന്നേരം കല്ലുപ്പ യൂസ് ചെയ്യുന്നത്. അന്നേരം കൂട്ടത്തിൽ ഉപ്പും കൂടി ഇട്ട് അതങ്ങ് ഇതായിക്കോളും. ഏകദേശം ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നെടുത്ത് ഇടുക. നമ്മൾ ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി വെള്ളം ആയാലും കൊള്ളത്തില്ല. പിന്നെ ചില പുളിക്ക് നല്ല പുളിപ്പാണ്, അന്നേരം കുറച്ച് മതി. അതിൻ്റെ അനുസരിച്ച് പുളി ഇടണം. നമ്മൾ ലാസ്റ്റിൽ നമ്മൾ പുളി കൂടുതലുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് കൂടുതലാണെങ്കിൽ നമുക്കൊരു കഷ്ണം എടുത്ത് മാറ്റാം, അങ്ങനെയൊക്കെ ഇടാം. പിന്നെ ചിലർ മീൻ വെക്കുമ്പോൾ അതിൻ്റെ അതൊരു സ്വല്പം മല്ലിപ്പൊടി ചേർക്കും. പക്ഷെ ഞാൻ ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർത്താൽ പെട്ടെന്ന് മീൻ അഴുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്നല്ല, ഇത് ഈ മീൻകറി ഒരാഴ്ച ഇരുന്നാലും ഒരു കുഴപ്പവും പറ്റത്തില്ല. ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇരുന്ന് മീനേലോട്ട് ആ എരിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ മല്ലിപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് മീൻ കേടാകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ഞാൻ സാറിന് ഇടാറില്ല. എനിക്ക് വേണ്ടിയവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇനി ഇങ്ങനെ നമ്മുടെ മീൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്, അത് ഓരോ മീനും ഉണ്ടല്ലോ വേകുന്ന ഒരു ടൈമുണ്ട്. ആ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ആ ഒരു സമയം ആദ്യം ഒന്ന് നല്ലതായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ മീൻ വേകണമല്ലോ, അങ്ങനെ ഇട്ട് മീനൊന്ന് വേകട്ടെ. നീ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട്. അടച്ചു വെക്കട്ടെ ഇപ്പം? ഇനിയിപ്പോൾ അടച്ചു വെക്കും ഞാൻ. ഇനി മീൻ നമ്മുടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മൾ മീൻകറി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു 25 മിനിറ്റായി. നോക്കിയപ്പോൾ മീൻകറി കറക്റ്റായി, അതിൻ്റെ ചാറുമല്ല കറക്റ്റായി. ഇനി ഇച്ചിരി അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നല്ല ടേസ്റ്റാണ്. മീൻകറിക്ക് മേലെ ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ. ഇവിടെ വെളിച്ചെണ്ണ ഇച്ചിരി കട്ടയായതുകൊണ്ട് ഞാൻ ഇച്ചിരി കട്ടയായിട്ടിടുന്നു. നോക്കട്ടെ, പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ചട്ടി എടുത്ത് നല്ലതായിട്ടൊന്ന് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിക്കണം. അന്നേരം ആ വെളിച്ചെണ്ണ മൊത്തമാകും. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് മീൻകറി. സൂപ്പറാ. സുജോടൊന്ന് കറക്റ്റാ, എല്ലാം കറക്റ്റാ. സുജോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നോ? ടേസ്റ്റ് ഒന്ന് നോക്കണേ. മണം അപ്പം നമ്മുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ഇത് സംഭവം എങ്ങനെയുണ്ടെന്ന് മമ്മിക്ക് തോന്നിക്കുന്നു? മമ്മി സൂപ്പറാന്ന് തോന്നുന്നു. സൂപ്പറാണല്ലേ? എനിക്ക് എന്തായാലും അറിയാൻ സൂപ്പർ ആയിട്ടുണ്ടെന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു 1/2 പ്ലേറ്റ് കഴിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഫുഡ് കണ്ടു കഴിയുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 1/2 പ്ലേറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത്. ഈ ഫുഡിൻ്റെ ഒക്കെ വീഡിയോ ഇടുന്നവരൊക്കെ സമ്മതിക്കണം അല്ലേ? ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആ ഷൂട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ സമ്മതിക്കണം. പക്ഷേ ഞാൻ കഴിച്ചതില്ലെങ്കിൽ മമ്മി കഴിച്ചത് മാത്രം പോരാ, നമുക്ക് ബാക്കിയുള്ളവരുടെയും കൂടെ അഭിപ്രായം അറിയാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, പപ്പ, ലിയ, റായൻ എല്ലാവരും വരൂ. റെനറ്റ് നീയും കൂടെ വരൂ. അവരുടെയും കൂടെ അഭിപ്രായം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അവരെന്തോ ചാടി വരുമായിരുന്നു. കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. ഞാൻ തന്നെ ആദ്യം കഴിച്ചോ. അവന് കൊതി കൊണ്ടിരിക്കാൻ വയ്യ. രക്ഷയില്ല. എങ്ങനെയുണ്ടെന്ന് കഴിച്ച്
സൂപ്പർ, ഒരു രക്ഷയില്ല. ഇവിടെ നോക്കാം കേട്ടോ. മീനൊക്കെ കണ്ടോ ഇതൊക്കെ നോക്കൂ. കറക്റ്റ് വേവ്. ഇതാണ് നാട്ടിലെ കപ്പയും മീൻകറിയുടെ അതേ ആ മസാലയൊക്കെ എല്ലാം പിടിച്ചിട്ടുണ്ട് മീനില്. നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയും നല്ല പുളി. ഇത് മീനാണെങ്കിൽ ഈ മീൻ നാളെ ആവുമ്പോഴത്തേക്ക് അടിപൊളിയാവും കേട്ടോ. ഇപ്പൊ മീനെ ചെറുതായിട്ട് പുളി പിടിച്ചിട്ടുണ്ട്. പക്ഷെ നാളെ ആവുമ്പോഴത്തേക്ക് മീൻ കറി ഇല്ലേ വേറെ ലെവലാവും. മമ്മി ക്യാമറയുടെ പുറത്താന്ന് തോന്നി ഇങ്ങോട്ട് കയറി ഏതായാലും ഉണ്ടാക്കിയല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോടാ? നിങ്ങൾക്ക് കപ്പയും മീൻ കറി ഒന്നും അറിയത്തില്ലല്ലോ. അതിന്റെ വായിലുണ്ട്. ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അപ്പം സംഭവം അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഓക്കെ, ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്തിട്ടേ എപ്പോൾ ഉണ്ടാക്കുന്നു ആ സമയത്ത് ട്രൈ ചെയ്തിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും അടിപൊളിയല്ലേ? എല്ലാവരും ഒപ്പീനിയൻ എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള കപ്പയൊക്കെ കപ്പയും മീൻ കറി ഉണ്ടാക്കാൻ പറ്റിയല്ലേ? സന്തോഷമായി. കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? അവന് ആ റെഡ് കളർ കാണുമ്പോ തന്നെ എരിയാന്ന് വിചാരിച്ചിട്ട് ഒന്നും കഴിക്കത്തില്ല.